1955 ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായിരുന്ന ഇന്ദിരാഗാന്ധി ശിലാസ്ഥാപനം നടത്തിയ നാട്ടിക മണപ്പുറത്തെ ഏക വിദ്യാലയമാണ് തൃത്തല്ലൂർ കമല നെഹ്റു മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂൾ. 1995 വൊക്കേഷണൽ ഹയർ സെക്കൻഡറിക്ക് അനുമതി ലഭിക്കുകയും 2002 പൊതുവിദ്യാഭ്യാസ വകുപ്പിന്റെ നിർദ്ദേശാനുസരണം ഹയർ സെക്കൻഡറി വിദ്യാലയം അനുവദിക്കുകയുമുണ്ടായി. റാങ്ക് സംവിധാനം നിലനിന്നിരുന്ന കാലത്ത് വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിഭാഗത്തിൽ 10ഓളം റാങ്കുകൾ ഈ വിദ്യാലയം സ്വന്തമാക്കിയിട്ടുണ്ട്. 1400-ലധികം വിദ്യാർത്ഥികൾ ഇപ്പോൾ ഇവിടെ അധ്യയനം നടത്തിവരുന്നു. യാത്രാ സൗകര്യത്തിനു വേണ്ടി വിദ്യാലയത്തിന് സ്വന്തമായി തന്നെ വാഹന സൗകര്യമുണ്ട്. കലാകായിക മത്സരത്തിൽ മണപ്പുറത്തെ മികവുറ്റ വിദ്യാലയമായി ഇപ്പോഴും ഈ കലാലയം നിലനിൽക്കുന്നു. മാർച്ച് VHSE റിസൾട്ട് വളരെ സന്തോഷം നൽകുന്ന ഒന്നാണ്. 80 കുട്ടികൾ പരീക്ഷ എഴുതിയതിൽ 78 കുട്ടികളാണ് നല്ല ഉന്നത വിജയം നേടി പാസ്സായത്. അതിൽ 5 കുട്ടികൾക്ക് ഫുൾ A+ ലഭിക്കുകയുണ്ടായി. 3 പേർക്ക് ഒരു വിഷയത്തിൽ A+ നഷ്ടമായതുകൊണ്ടാണ് ഫുൾ A+ നഷ്ടമായത്. വളരെ വിജയ ശതമാനം കൊണ്ടും വളരെ നല്ല ഒരു വിജയമാണ് ഇത്തവണ ഉണ്ടായിട്ടുള്ളത്. 2 ഗ്രൂപ്പിന് 100%, ഒരു ഗ്രൂപ്പിന് 98%. തൃശ്ശൂർ ജില്ലയിലെ തന്നെ ഏറ്റവും ഉയർന്ന വിജയ ശതമാനങ്ങളിൽ 4ാം സ്ഥാനം നമ്മുടെ വിദ്യാലയത്തിന് കിട്ടിയത് വളരെയധികം സന്തോഷം നൽകുന്നു. എന്തായിരുന്നാലും ഈ വിജയത്തിന് പിന്നിൽ പ്രവർത്തിച്ച എല്ലാ അധ്യാപകർക്കും സഹപ്രവർത്തകർക്കും വിദ്യാർത്ഥികൾക്കും അവരെ സപ്പോർട്ട് ചെയ്ത എല്ലാ മാതാപിതാക്കൾക്കും എല്ലാവിധ ആശംസകളും. വളരെ സന്തോഷം. 2024-25 അധ്യയന വർഷത്തിൽ കമല നെഹ്റു ഹൈസ്കൂളിൽ 295 വിദ്യാർത്ഥികൾ SSLC പരീക്ഷ എഴുതി. 34 വിദ്യാർത്ഥികൾക്ക് ഫുൾ A+ കിട്ടി. നല്ലൊരു വിജയമാണ് ഈ കൊല്ലം കരസ്ഥമാക്കിയത്. വളരെ സമാധാന അന്തരീക്ഷം നിലനിൽക്കുന്ന ഒരു സ്കൂളാണ്. ഞങ്ങൾക്ക് അഭിമാനിക്കാവുന്ന നേട്ടമാണ് ഈ വർഷം കൈവരിച്ചത്. ഈ തീരദേശ മേഖലയിലെ മികച്ച നിലവാരത്തിലുള്ള ഒരു സ്കൂളാണ് കമല നെഹ്റു സ്കൂൾ. ഏകദേശം 1300ഓളം വിദ്യാർത്ഥികളാണ് ഇവിടെ പഠിക്കുന്നത്. SLC VHSE വിഭാഗത്തിൽ മികച്ച വിജയമാണ് കാലങ്ങളായി കമല നെഹ്റു കാഴ്ചവെക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ തീരദേശ മേഖലയിലെ ഈ മികച്ച വിദ്യാലയം എന്ന രൂപത്തിൽ തന്നെ ഒട്ടനവധി വിദ്യാർത്ഥികളാണ് ഇവിടേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. രക്ഷിതാക്കളുടെയും നല്ല സപ്പോർട്ട് നമ്മുടെ കലാലയത്തിനുണ്ട്. പിന്നെ ഞങ്ങൾക്ക് വളരെയധികം സന്തോഷമുള്ളതും ഒരു സംഭവം എന്ന് വെച്ചാൽ ഗ്രാമ്യ ചാനൽ നടത്തുന്ന ഈ പുരസ്കാര ചടങ്ങുകളാണ്. കഴിഞ്ഞ വർഷങ്ങളിലും ഈ ചാനലിൻ്റെ വരിക്കാരായ കുട്ടികളെ ഞങ്ങൾ അറിയിക്കുകയും അവരൊക്കെ തന്നെ ആ ഫംഗ്ഷനിൽ പങ്കെടുത്തുകൊണ്ട് അവർക്ക് വളരെ സന്തോഷകരമായ ഉപഹാരങ്ങളും അതുപോലെ തന്നെ മറ്റെല്ലാവരും ഉപഹാരം കൊടുക്കുമ്പോൾ ഗ്രാമ്യ ചാനൽ ക്യാഷ് അവാർഡ് കൂടി കൊടുത്തുകൊണ്ട് അവർക്ക് വിദ്യാഭ്യാസത്തിന് പിന്തുണ കൊടുക്കുന്നുള്ളത് ആ ചാനലിനെയും ഞങ്ങൾ അഭിനന്ദിക്കാൻ ഈ അവസരം ഉപയോഗിക്കപ്പെടുകയാണ്. ഞങ്ങളുമായി വളരെ സഹകരിച്ച് നീങ്ങുന്ന ഒരു ചാനലാണ് ഗ്രാമ്യ ചാനൽ എന്നുകൂടി ഞങ്ങൾ ഈ അവസരത്തിൽ ഓർമ്മിപ്പിക്കുന്നു. നമസ്കാരം, ഞാൻ ദിയ MP. ഞാൻ തൃത്തല്ലൂർ കമല നെഹ്റു സ്കൂളിലെ ഫുൾ A+ +2 പാസ് ഔട്ടായ വിദ്യാർത്ഥിനിയാണ്. ഞങ്ങൾക്ക് ഫുൾ A+ നേടാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ പാരൻസിൻ്റെയും ടീച്ചേഴ്സിൻ്റെയും വക നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. ഏത് നേരത്ത് വേണേലും വിളിച്ചു ചോദിച്ചാൽ പോലും ടീച്ചർമാർ നമുക്ക് ഡൗട്ട്സൊക്കെ ക്ലിയർ ചെയ്ത് തരാറുണ്ട്. നല്ല ടീച്ചർമാരുടെ ഭാഗത്തുനിന്ന് നല്ല സപ്പോർട്ട് ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെയാണ് ഞങ്ങൾക്ക് ഈ ഫുൾ A+ വാങ്ങാൻ പറ്റിയത്. എല്ലാവർക്കും നമസ്കാരം. എൻ്റെ പേര് കിരൺ. ഞാൻ കമല നെഹ്റു വാടാൻപള്ളിയിലെ +2 പാസ്സായിട്ട് +2 ഫുൾ A+ പാസ്സായ വിദ്യാർത്ഥിയാണ്. ഫുൾ A+ കിട്ടുകയെന്ന് പറഞ്ഞാൽ അത്ര വലിയ എളുപ്പം കാര്യമല്ല. പക്ഷെ എല്ലാത്തിനും നമ്മളെ കൂടെ ടീച്ചേഴ്സും ആയാലും പാരൻസ് ആയാലും ഫുൾ സപ്പോർട്ടോട് കൂടി നിന്നു. ഏത് സമയത്ത് വേണമെങ്കിൽ എക്സാമിൻ്റെ തലേദിവസം നമുക്ക് എപ്പോൾ വേണമെങ്കിലും ടീച്ചേഴ്സിനോട് ഡൗട്ട് ചോദിക്കാനായാലും എപ്പോൾ ഡൗട്ട് വന്നാൽ നമുക്ക് അതിന് വേണ്ടി സ്പെഷ്യലായിട്ട് ഈവനിങ് ക്ലാസ്സസ് ഉണ്ടായി. അപ്പോൾ എന്ത് ഡൗട്ട് നമുക്ക് ക്ലിയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഇങ്ങനൊരു അവസരം ഒരുക്കി തന്ന ടീച്ചേഴ്സിനോട് ഞാൻ പ്രത്യേകം നന്ദി പറയുകയാണ്. നമസ്കാരം, എൻ്റെ പേര് മഞ്ജിമ. ഞാൻ കമല നെഹ്റു വാടാൻപള്ളി സ്കൂളിൽ
+2 കഴിഞ്ഞ് ഫുൾ A+ഓട് കൂടി പാസ് ഔട്ട് ആയതാണ്. ഞങ്ങൾക്കിവിടെ ടീച്ചേഴ്സായിരുന്നു കൂടുതലും സപ്പോർട്ട്. ലാസ്റ്റ് ടൈമിൽ ഭയങ്കര സപ്പോർട്ടായിരുന്നു. എല്ലാവരും ഭയങ്കര സ്പൂൺ ഫീഡ് ചെയ്ത് ചെയ്യണ പോലെയാണ് എല്ലാവരും സപ്പോർട്ട് ഉണ്ടായിരുന്നത്. എനിക്ക് പേഴ്സണലി ടീച്ചർമാരായിരുന്നു കൂടുതലും സപ്പോർട്ട്. അവരുടെ ഒരു പ്രഷറൊക്കെ ഉള്ളതുകൊണ്ടാണ് ലാസ്റ്റ് ടൈമിൽ എനിക്ക് ഒന്ന് പഠിക്കാൻ പറ്റിയത്. പിന്നെ ഈ ഗ്രാമ്യയുടെ ഈ വിദ്യാഭ്യാസ പുരസ്കാരം പാസ് ഔട്ടായ എല്ലാ പിള്ളേർക്കും കൊടുക്കുന്നതിൽ നന്ദി പറഞ്ഞുകൊണ്ട് നിർത്തി. നമസ്കാരം, എൻ്റെ പേര് നീലാംബരി. കമല നെഹ്റു സ്കൂളിലെ 2024-25 അധ്യയന വർഷത്തിലെ SSLC പരീക്ഷയിൽ ഫുൾ A+ ലഭിച്ച ഒരാളാണ് ഞാൻ. ഞങ്ങൾ 34 പേർക്കാണ് ഈ സ്കൂളിൽ ഫുൾ A+ ലഭിച്ചിട്ടുള്ളത്. ഇതിന് പ്രധാനപ്പെട്ട കാരണം ഞങ്ങളുടെ സ്കൂളിലെ ടീച്ചർമാർ തന്നെയാണ്. നല്ല സപ്പോർട്ടാണ് ഇവിടുത്തെ എല്ലാ ടീച്ചർമാരും. എന്ത് സംശയം ഉണ്ടെങ്കിലും അപ്പോൾ തന്നെ ക്ലിയർ ചെയ്ത് തരാനായിട്ട് ഇവിടുത്തെ ടീച്ചർമാർ ശ്രദ്ധിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ ഇവിടുത്തെ മാനേജ്മെൻ്റ് ആയാലും PT ആയാലും എല്ലാവരും നല്ല സപ്പോർട്ടാണ്. ഞങ്ങളുടെ ക്ലാസ് ടീച്ചർ റെനി ടീച്ചറായിരുന്നു. നല്ല സപ്പോർട്ടാണ് ടീച്ചർ. എന്ത് കാര്യം ഉണ്ടെങ്കിലും വളരെ ഫ്രണ്ട്ലി ആയിട്ട് നമുക്ക് ആ സംശയങ്ങളൊക്കെ ക്ലിയർ ചെയ്ത് തരാൻ ടീച്ചർ ശ്രദ്ധിച്ചിട്ടുണ്ട്. ഒരുപാട് സന്തോഷമുണ്ട് ഈ A+ ലഭിച്ചത്, ഫുൾ A+ ലഭിച്ചത് കൊണ്ട്. ഇതിന് ഞാൻ ഈ സ്കൂളിനോടും അധ്യാപകരോടും എൻ്റെ പാരൻസിനോടും PTA-കാരോടും എല്ലാവരോടും നന്ദി പറയുന്നു. ഹായ്, ഞാൻ ഹുസ്ന മറിയം. തൃത്തല്ലൂർ കമല നെഹ്റു മെമ്മോറിയൽ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി സ്കൂളിലെ കഴിഞ്ഞ അധ്യയന വർഷത്തിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയായിരുന്നു. ഇക്കൊല്ലം ഫുൾ A+ നേടി ഇവിടെ നിന്ന് ഇറങ്ങുമ്പോൾ നല്ലൊരു സന്തോഷം തന്നെയാണ്. കാരണം 34 പേരാണ് ഞങ്ങളുടെ സ്കൂളിൽ നിന്ന് ഇപ്രാവശ്യം ഫുൾ A+ നേടിയിരിക്കുന്നത്. അതിൽ എനിക്ക് വ്യക്തിപരമായിട്ടും എല്ലാ രീതിയിലും നല്ല അഭിമാനവും സന്തോഷവും തോന്നുന്നുണ്ട്. പിന്നെ ഞങ്ങളെ സ്കൂളിനെ പറ്റി പറയുകയാണെങ്കിൽ നല്ലൊരു സപ്പോർട്ടിംഗ് ആണ്. നമ്മളെ ബാക്ക് ബോൺ ആയിട്ട് എപ്പോഴും എല്ലാ കാര്യത്തിനും, അത് പഠനത്തിൻ്റെ കാര്യത്തിലായാലും പേഴ്സണൽ കാര്യങ്ങളായാലും നമുക്ക് എന്തൊരു ഇതുണ്ടെങ്കിലും തുറന്ന് പറയാനുള്ള ഒരു നമ്മുടെ സെക്കൻഡ് പാരൻറ്റ്, സെക്കൻഡ് മദേഴ്സ്, എന്തായാലും നമ്മൾ എന്താ പറയുക, നമുക്ക് നല്ലൊരു പിന്തുണ നൽകുന്ന ഒരു അധ്യാപകരും നല്ല മാനേജ്മെൻറ്റും ഫ്രണ്ട്സ് ആയാലും എല്ലാവരും നല്ല കമ്പനിയാണ്. നല്ല മോട്ടിവേറ്റിംഗ് ആണ്. നന്നായി അണ്ടർസ്റ്റാൻഡിങ് ആണ്. അതേമാതിരി തന്നെ ഞങ്ങൾ നല്ല ഹാർഡ് വർക്കിംഗ് ആണ്. നല്ല പാഷനോട് കൂടിയും ഭയങ്കര ഹാർഡ് വർക്കിംഗ് ആയിട്ടും എല്ലാ കാര്യത്തിനേക്കാളും ഒരു ചെറിയ കാര്യമായാലും അവർ നല്ല ഹാർഡ് വർക്കിംഗ് ആയിട്ട് അതിനെ പെർഫെക്റ്റ് ആക്കാൻ വേണ്ടി നോക്കുന്ന നല്ലൊരു അധ്യാപക സംഘടന തന്നെ ഞങ്ങളുടെ സ്കൂളിലുണ്ട്. അതിലൊക്കെ നന്നായി അഭിമാനം തോന്നുന്നുണ്ട്. ഇനി ഭാവിയിൽ കമല നെഹ്റുവിലത്തെ ഒരു വിദ്യാർത്ഥിയാണ്, അവിടെ നിന്നാണ് പഠിച്ചിറങ്ങണമെന്ന് പറയുമ്പോൾ തന്നെ സമൂഹത്തിൽ നിന്ന് തലയുയർത്തി നടക്കാനുള്ള ഒരു അഭിമാനം, തലയുയർത്തി നടക്കാനുള്ള ഒരു ചാൻസും കൂടി ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട്. നല്ലൊരു പഠിത്തപ്പം തന്നെയാണ്. ഞങ്ങൾക്ക് 34 പേര് ഇവിടുന്ന് ഫുൾ A+ നേടി പോകുമ്പോൾ അവർ സ്വയം നല്ല ഹാർഡ് വർക്കിംഗ് ആയിരുന്നു. അതേമാതിരി തന്നെ അവർക്ക് എല്ലാ കാര്യങ്ങളിലും പഠനത്തിനായാലും എല്ലാ മെറ്റീരിയൽസ് ആയാലും എല്ലാം ഞങ്ങൾക്ക് സൗകര്യമാക്കി തരാൻ വേണ്ടിയിട്ട് നല്ല ഹാർഡ് വർക്കിംഗ് ആയിട്ട് ടീച്ചർമാർ ഞങ്ങളുടെ ഒപ്പം തന്നെ ഉണ്ടായിരുന്നു. അതിനെല്ലാവരോടും നന്ദി പറയാണ്. താങ്ക് യു. നമസ്കാരം, എൻ്റെ പേര് ശ്രീദേവിക നന്ദ. ഞാൻ കമല നെഹ്റു സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിയാണ്. ഞങ്ങളുടെ സ്കൂളിൽ ഇപ്രാവശ്യം 34 പേരാണ് A+ നേടിയത്. അതിൻ്റെ ഓരോ ടീച്ചർമാരും അവരുടെ കഠിനാധ്വാനം, അവരുടെ ആത്മാർത്ഥതയും കൊണ്ടാണ് ഞങ്ങൾക്ക് ഓരോ പേർക്കും A+ കിട്ടിയത്. ഓരോ പരീക്ഷ മാസം ഇങ്ങനെ പഠിച്ചുകൊണ്ട് വന്നാലാണ് ഞങ്ങൾക്ക് ഫൈനൽ എക്സാം ആകുമ്പോഴേക്കിനും ഞങ്ങൾ ഭയങ്കര കോൺഫിഡൻസും നേടിയത്. അത് കാരണമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും A+ കിട്ടിയെന്ന് ഞാൻ വിചാരിക്കുന്നു. ഞങ്ങൾ സ്കൂളിലെ എല്ലാ ടീച്ചർമാരുടെയും കഠിനാധ്വാനവും അവരുടെ ആത്മാർത്ഥതയും കൊണ്ടാണ് ഞങ്ങളുടെ എല്ലാവരും ഇത്രയും നല്ല പെർഫോമൻസ് ചെയ്യാൻ പറ്റിയത് ഞാൻ വിചാരിക്കുന്നു. നന്ദി. നമസ്കാരം, എൻ്റെ പേര് അനിഷേത ബൂക്കർ എന്നാണ്. ഞാൻ ഇവിടെ കമല നെഹ്റു തൃത്തല്ലൂർ സ്കൂളിലാണ് പഠിക്കുന്നത്. കഴിഞ്ഞ ഇയർ ഞങ്ങൾക്ക് ഫുൾ A+ ഉണ്ടായി. ഇവിടുന്ന് ഭയങ്കര സപ്പോർട്ടൊക്കെ ആയിരുന്നു. ടീച്ചേഴ്സായാലും പാരൻസ് ആയാലും വീക്കിലായിട്ട് ടെസ്റ്റുകളൊക്കെ നടത്തിയിരുന്നു. അതന്നെ എനിക്ക് എഫക്റ്റ് ആയിട്ടുള്ളത്. വീക്കിലി ടെസ്റ്റും അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. ടീച്ചേഴ്സായാലും ഇൻ്റർവ്യൂലായാലും ചെന്ന് സംശയം ചോദിക്കുക, ഭയങ്കര സപ്പോർട്ടാണ്. അതൊക്കെ തന്നെയായിരുന്നു എനിക്ക് എഫക്റ്റ് ആയത്. പിന്നെ പാരൻസ് മീറ്റിംഗ്, പാരൻസിൻ്റെ ഭാഗത്തു നിന്നുള്ള സപ്പോർട്ട്, അതൊക്കെ തന്നെ ആയിരിക്കും. താങ്ക് യു.
ഹലോ, എൻ്റെ പേര് റിഷാന. ഫസ്റ്റ് ഓഫ് ഓൾ ഈ സക്സസ്സിന് ഞാൻ വളരെയധികം ഹാപ്പിയാണ്. ഈ ഒരു സക്സസ് എനിക്ക് കിട്ടിയത് ഞാൻ ഹാർഡ് വർക്ക് ചെയ്തതുകൊണ്ട് മാത്രമല്ല, എൻ്റെ പാരൻസിൻ്റെയും എന്നെ പഠിപ്പിച്ച എല്ലാ ടീച്ചേഴ്സിൻ്റെയും സപ്പോർട്ടുള്ളത് കൊണ്ട് മാത്രമാണ് ഞാൻ ഈ ഒരു നിലയിൽ എത്തിയിട്ടുള്ളത്. സോ എന്നെ ഹെൽപ്പ് ചെയ്ത് എന്നെ ഈ ഒരു സക്സസ്സിലേക്ക് എത്തിച്ച എല്ലാ ടീച്ചേഴ്സിനും, എൻ്റെ പാരൻസിനും, എൻ്റെ ഫ്രണ്ട്സിനും എല്ലാവർക്കും, എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒരു താങ്ക് യു ഞാൻ അറിയിക്കുന്നു. ഹായ്, എൻ്റെ പേര് അനുപമ. ഹാർഡ് വർക്ക് എന്നുള്ള ഒരു സംഭവം ഉണ്ടെങ്കിൽ തന്നെയാണ് നമുക്ക് ഇവിടെ എത്തുള്ളൂ. അതിനുള്ളൊരു എക്സാമ്പിൾ തന്നെയാണ് ഞങ്ങളെല്ലാവരും SSLCയിൽ ഫുൾ A+ കിട്ടിയത്. അപ്പോൾ എൻ്റെ പേരൻസിൻ്റെയും എനിക്ക് സപ്പോർട്ടും ടീച്ചർമാരുടെ ഹാർഡ് വർക്കൊക്കെ കൂടിയിട്ടാണ് എനിക്ക് അച്ചീവ്മെൻറ്റ് കിട്ടിയത്. അതിനെല്ലാവരോടും ഞാൻ നന്ദി പറയുന്നു. ഹായ്, എൻ്റെ പേര് റാസ്മിത്. ഞാൻ ഒരിക്കലും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനെ 10th ഫുൾ A+ കിട്ടുന്നത്. ബിക്കോസ് ഞാൻ മോഡൽ എക്സാം പോലെ എഴുതിയിട്ടില്ല. പനിയായിട്ട് ഹോസ്പിറ്റലിൽ അഡ്മിറ്റ് ആയിരുന്നു. ടീച്ചർമാരും പാരൻസിൻ്റെ ഒക്കെ സപ്പോർട്ടുള്ള കാരണമാണ് എനിക്ക് ഫുൾ A+ കിട്ടിയത്. സോ എല്ലാവർക്കും താങ്ക് യു.